വിചാരിച്ചാണ്. അപ്പോഴേക്കും കറണ്ടും പോയില്ല. ആരില്ല ഇവിടെ ഒരു മെഴുകുതിരി എടുക്കാനായിട്ട്. നല്ല കാലാവസ്ഥയല്ല, നല്ല വെയിലുണ്ട്. അപ്പൊ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ നമ്മുടെ ഈ മേഖലകളിൽ നല്ല മഴ നിൽക്കാൻ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ മരങ്ങൾ വീണിട്ടും അതുപോലെ തന്നെ പോസ്റ്റുകൾ ഇടിഞ്ഞിട്ടൊക്കെ പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് നല്ല പണിയാണ്. അതായത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഓടിയെത്താൻ കഴിഞ്ഞു വരില്ല. അപ്പോ അതിന്റെ പേരില് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായി വരും. കാരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ വരും. അപ്പൊ അതൊന്നും കേട്ട് നിങ്ങൾ വിഷമിക്കണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ജോലി നമ്മൾ 100% ആത്മാർത്ഥതയോടുകൂടി ചെയ്യാം. ബാക്കി നമുക്ക് വരുന്ന പോലെ കാണാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മളെ പത്രത്തിൽ നിങ്ങൾ ഒരു ന്യൂസ് കണ്ടുണ്ടാവും. എന്തുണ്ടായേ, ഏതൊരു ജില്ലയിലാണ് നടന്നത്. അതായത് അവര് ഫോണില് വിളിക്കുന്നുണ്ട് ഓഫീസിലേക്ക്, നമ്മുടെ ഓഫീസിലേക്ക് ഫോൺ വരുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. അങ്ങനെ നാട്ടുകാർ വന്ന് നോക്കുന്ന അവസ്ഥയിൽ എന്തുണ്ടായത്, അവിടെ ജീവനക്കാരും തുറക്കാണ്. രാത്രി അവരുടെ ജോലി ക്ഷീണത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷെ നാട്ടുകാർക്ക് ഇതൊന്നും അറിയേണ്ടതായിട്ടില്ല. ചൂടാണ് ചൂടാവണം. കള്ളുടിച്ചിട്ടാ ഈ ഒരു സംഭവത്തോടുകൂടി എന്തായി, അത് വേറെ ഏതോ ഒരു ജില്ലയിൽ നടന്ന ഒരു പ്രശ്നമാണ്. അതിന്റെ പേരില് നമ്മളുടെ കേരളത്തിലെ മൊത്തം ജീവനക്കാര് കുറ്റക്കാരാവുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. അപ്പൊ നമ്മളുടെ ഭാഗത്തു നിന്ന് അത് വരാതെ നോക്കണം. കൂടാതെ തന്നെ ഇപ്പൊ ഒരു ക്രിക്കറ്റ് കളി നടക്കാണ്, അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് നടക്കാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കാണ്. ഒന്ന് കറണ്ട് കട്ടായി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, ജനങ്ങൾ നേരെ നമ്മുടെ എതിർ തിരിയും. അല്ല, ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും വരും. അപ്പൊ നമ്മളത് കൃത്യമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് പോകണം. നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാം. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. സാറേ, ഓവർ ടൈം ഡ്യൂട്ടി ഒന്ന് ഒഴിവാക്കി തരണം. ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നാളെ മുജീബ് സാറിന്റെ ഒരാൾ വന്നിട്ടില്ലേ, പുതിയ സ്റ്റാഫ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സാർ, നമ്മുടെ സ്റ്റാഫുകൾക്ക് ഇൻഷുറൻസ് കാർഡ് എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായി ഇൻഷുറൻസ് എടുക്കാൻ പറയണം. മാത്രമല്ല, ടെമ്പററി സ്റ്റാഫുകൾക്ക് കുറച്ചുകൂടി വേതനം കൂട്ടി നൽകാൻ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. ഓക്കെ, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കാം. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഡ്യൂട്ടി റോസ്റ്റ് പറയാം. ഹരി ഒന്ന് ഡ്യൂട്ടി റോസ്റ്റ് എന്ന് പറഞ്ഞു. ജിനിയും അബിയും അവിനാശും നമ്മുടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് പോകുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇന്നലത്തെ സൈറ്റ് തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവരും പറഞ്ഞിട്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് പിരിയാം. ഓക്കെ. ടോട്ടൽ 5500 സാർ. 5500
5500 പറഞ്ഞേ. അതെ. ഇതിൽ കൂടെ കിടക്കില്ല, നമുക്ക് ചെയ്യാം. ഇതെന്താ ചേട്ടാ ഇത്ര അധികം ചില്ലറ പൈസ ആണോ? ഇതിന്റെ അകത്ത് കൂടെ കയറൂല, ചേട്ടനെ അപ്പുറത്ത് കൂടെ കൊണ്ടുവന്നായി. സാർ ഇത് ഇന്ത്യയിലും കോളേജ് ആണല്ലോ. ഇത് ഞങ്ങളുടെ നാട്ടില് 6-ാം വാർഡിലെ എല്ലാ പകുതി പേരുടെയും കറണ്ടിൽ ഞാൻ പോയി കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ബില്ലാണ്. അതിന്റെ എമൗണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. സാർ തന്നെ വല്ല പ്രതിഷേധമാണോ സാർ? നിങ്ങൾക്ക് ചില്ലറ പൈസ ഒക്കെ കൊണ്ടുവന്നിട്ട് എന്തോരം ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് എണ്ണി തിട്ടപ്പെടുത്താനായിട്ട്. നിങ്ങൾക്ക് ഓൺലൈനൊക്കെ പേയ്മെന്റ് ചെയ്യാനോ? ഇതൊരു പ്രതിഷേധമല്ല. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ച് ഈ സാധനം പ്രതിഷേധമല്ല. കാരണം വെച്ചാൽ നമ്മളൊരു അത്യാവശ്യമായിട്ട് ഒരു ടി വിയിൽ ന്യൂസ് കാണാൻ വന്നു, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ദുരന്തമായിട്ട് അറിഞ്ഞിട്ടോ അതുകൊണ്ട് ടി വിയിൽ ന്യൂസ് കാണാൻ വരാം. അത് വെച്ചൊരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന കറണ്ടാകും. കറണ്ട് പോയി നമ്മൾ ഏറ്റവും ഓഫാക്കി ഒന്ന് അപ്പുറത്തേക്ക് വാങ്ങി വരില്ല എന്ന് വെച്ച് പോകുമ്പോൾ 10 മിനിറ്റ് വീണ്ടും വരും. ഇതെല്ലാം ഒരു ദിവസം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുക. നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ കളഞ്ഞ് ആ സാധനം സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല. ഇത് ഈ 5 മിനിറ്റ് കൂടുമ്പോൾ ഈ പറയുന്ന ഈ കറണ്ട് പോണ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ കംപ്ലൈൻ്റ് ആവാം. നിങ്ങളെടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ സാധനത്തിൻ്റെ പൈസ ഞങ്ങൾക്ക് തരും ഇല്ലേ? പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഒരു ദിവസം മരം വെട്ടുക അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് 4 ദിവസം അങ്ങനെ പോകും. തുമ്പ് വെട്ടാന്ന് പറഞ്ഞിട്ട് വേറെ ദിവസം പോകും. നമുക്കപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ സാറിന് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ എണ്ണി അത് സെറ്റാക്കി വെച്ചോ. ഇല്ലെങ്കിൽ ഒരു 300 വീട്ടുകാരെ നമ്മൾ വീണ്ടും കളക്ട് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വരും. അത് ഇതിനേക്കാളും ബുദ്ധിമുട്ടാവും. വേണമെന്ന് വെച്ചാൽ ചെയ്ത് വെച്ചോ. അല്ലെങ്കിൽ ഇന്ന് ആളിൽ നിന്ന് എണ്ണി തിട്ടപ്പെടുത്തി റെസീറ്റ് തന്നെ ഉണ്ടാവും. നമുക്ക് ഇവിടെ വെച്ചിട്ട് പോയിട്ട് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിങ്ങനെ എത്ര ദിവസങ്ങളായി നിങ്ങളെ ഞാൻ വിളിക്കുന്നു. എന്റെ വീടിന്റെ പുറകുവശത്ത് ഒരു പോസ്റ്റ് വീഴാറായി കിടക്കുന്നുണ്ട്. ഒന്ന് ഫോൺ എടുത്തുകൂടെ? ശമ്പളം കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടല്ലോ. ചേട്ടാ അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഓഫീസിൽ വന്നിട്ട് പരാതി വെച്ചോ, നമുക്കത് പരിഹാരം ഉണ്ടാക്കാം. പൊക്കോ നിങ്ങളെ ഞാൻ എടുത്തോളാം. പറഞ്ഞ പോലെ തന്നെ ഈ ജാതി ആൾക്കാർ എവിടെ പോയാലും ഇതുള്ള അവസ്ഥ എനിക്കറിയാം. ആളെന്തായാലും കള്ളു കുടിച്ചിട്ട് നമ്മൾ വരുമ്പോ പ്രശ്നം ഉണ്ടാക്കും. ചെയ്യാ ജോലി പോയി. ആൾക്കാര് പല രീതിയിലാണ് പെരുമാറണം. നമ്മൾ ഈ രാവും പകലും കഷ്ടപ്പെടണം എന്നൊക്കെ വെറുതെ. പനിയാണല്ലേ? നല്ല മഴ വരുന്നുണ്ട്. റെയിൻകോട്ട് എടുത്തിരുന്നാ? കോട്ടൊക്കെ ഞാൻ വണ്ടിയിലുള്ളിൽ വെച്ചിട്ടുണ്ട്. ഉച്ചണ്ടായില്ല പോക്കോ, അതാണ് എളുപ്പം. മോനെ അവിടെ ബോർഡ് വെച്ചിരിക്കണ നീ കണ്ടില്ലേ? അവിടെ വൈദ്യുതിയിലേയും പൊട്ടിക്കെടുക്ക. ഓരോ ദിവസവും വളരെ വേദനാജനകമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് എത്ര ജീവൻ ഇല്ലാണ്ടാകുന്നത്. മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ഞങ്ങൾക്ക് തന്നെ ജോലി ചെയ്യാൻ പാടില്ല. അതറിയോ മോന്? രാത്രിയും പകലും മഴയത്തും വെയിലത്തും ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് നിങ്ങൾ ഓരോരുത്തരെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത്? ഇങ്ങനെ വൈദ്യുതി ലൈനൊക്കെ പൊട്ടിക്കെടുക്കണ കണ്ട ടോൾ ഫ്രീ നമ്പറായ 1912 വിളിച്ചറിയിച്ചോളോട്ടാ മോനെ. വീട്ടിലുള്ളവരോടും കൂടി പറഞ്ഞോളൂ. ഇനി വരാൻ പോണത് ഇങ്ങനത്തെ അപകടം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇങ്ങനത്തെ ബോർഡുകളൊക്കെ കണ്ടാ ശ്രദ്ധിച്ചോളാം. ഹലോ, പറഞ്ഞു സാറേ. എവിടെ? വാർഡ് മെമ്പർ എടുത്ത് 6-ാം വാർഡ്. ഓക്കെ. പൈപ്പിൻ്റെ അവിടെ അല്ലേ? ശരി പറഞ്ഞോ. പെട്ടെന്ന്.
ചേട്ടൻ പേടിക്കണ്ട കേട്ടോ, ഞാൻ മാറ്റി തരാം. ഇരിക്കോ. ഓട്ടം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഏത് രാത്രിയും പകലാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിലക്കാത്ത ഓട്ടം എന്നും തുടർന്നുകൊണ്ടിരിക്കും.